ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞങ്ങൾ 2024 തൃശ്ശൂർ പൂരം കാണാൻ പോയതാണ്. ആക്ച്വലി പൂരം ഒന്നും കാണാൻ പോയതല്ല, കാര്യം രണ്ട് കുട്ടികളായിട്ട് പോകുന്നതുകൊണ്ട് എന്തായാലും ഇത്രയും തിരക്കിനിടെ പോയി പൂരം കാണാനൊന്നും പറ്റില്ല. പക്ഷേ ഉത്സവം എന്താണെന്ന് കാണാനും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയതാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കാഴ്ച. ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാത്രി ഒരുപാട് അലഞ്ഞ് എവിടെയോ എത്തിപ്പെട്ടെന്ന് പറഞ്ഞാണ് ഈ റൂമിലെത്തിയത്. പക്ഷേ രാവിലെ എഴുന്നേറ്റ് നോക്കി ഞെട്ടിപ്പോയി. ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റിയത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉള്ളതുപോലെ തോന്നും. ഇവിടെ നിന്ന് കുറച്ച് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അമ്പലത്തിലോട്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ കുളിച്ച് റെഡിയായി അമ്പലത്തിൽ തൊഴാനായിട്ട് വന്നു. ഞാൻ പ്രതീക്ഷിച്ച പോലെ വലിയ തിരക്കൊന്നുമില്ല. ഉത്സവം ആയതുകൊണ്ട് വലിയ ക്യൂ ആയിരിക്കും, ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് വേണം ഭഗവാനെ കാണാൻ പറ്റുന്നതെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ അതുപോലെയൊന്നും അല്ലായിരുന്നു, ഒട്ടും തിരക്കില്ല. പിന്നെ ശ്രീകോവിലിനകത്താണെങ്കിൽ അത്രയും തിരക്കില്ല, പെട്ടെന്ന് നമുക്ക് തൊഴുതിട്ട് പോകാൻ പറ്റും. ഉത്സവത്തിൻ്റെതായൊരു പ്രത്യേക തിരക്കൊന്നുമില്ല. എപ്പോഴും നമ്മൾ അമ്പലത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് അതുപോലെ തന്നെയായിരുന്നു ഉത്സവ സമയത്തും. പിന്നെ ഒരു ഉത്സവപ്പറമ്പിൻ്റെതായ ഒരു ബഹളം അങ്ങനെ ഒന്നുമില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉത്സവത്തിന് അമ്പലത്തിലോട്ട് ചെന്നാൽ ചെവി കേൾക്കാൻ പറ്റാത്ത രീതിയിൽ പാട്ടും ബഹളവും ഒക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും ഇവിടെ ഇല്ല, ഇവിടെ വളരെ സൈലൻസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ചുറ്റും അതിനകത്തുള്ള കാഴ്ചകളും പറമ്പും. അപ്പോൾ ഇവിടെ ആക്ച്വലി വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല. പക്ഷേ എല്ലാവരും വീഡിയോസും ഫോട്ടോസും എടുക്കുന്നത് കണ്ടതുകൊണ്ട് ഞാൻ എടുത്തതാണ്. എന്തായാലും ഒരു വ്ളോഗ് ചെയ്യല്ലേ, അപ്പോൾ കുറച്ച് കാഴ്ചകളും കൂടെ വേണമെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ എടുത്തതാണ്. പിന്നെ ഞങ്ങൾ റൂമിൽ പോയിട്ട് ഉത്സവ സ്പെഷ്യൽ എക്സിബിഷൻ കാണാനായിട്ട് വന്നു. അപ്പോൾ ഇതിനകത്ത് കയറുന്നതിന് 30 രൂപ ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. അകത്ത് കയറിയപ്പോൾ ഇത്രയും വിശാലമായ ഒരു ഷോപ്പിംഗ് സെൻ്ററാണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അവസാനം നടന്ന് കാല് കഴിച്ച് തിരിച്ച് ഏതെങ്കിലും വഴി പുറത്ത് ചാടാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കി. പക്ഷേ പറ്റിയില്ല, കാര്യം ഇവിടെ ആകെ ഒരു എൻട്രൻസും ഒരു എക്സിറ്റും മാത്രമേ ഉള്ളൂ. പിന്നെ ഷോപ്പിംഗ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് വളരെ ബോറായിട്ട് തോന്നി. നല്ല ചൂടായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലെ ചൂടിനെ കുറിച്ചൊന്നും ഞാൻ അടുത്ത് പറയണ്ടല്ലോ, അത്ര ചൂടായിരുന്നു. അപ്പോൾ ഷോപ്പിങ്ങും ചെയ്യുന്നില്ല, പിന്നെ എന്തിനാണ് ഇത്രയും ദൂരെ ഇങ്ങനെ നടക്കുന്നതെന്ന് എനിക്ക് തോന്നി. കാര്യം കണ്ടത് തന്നെ പിന്നെയും കണ്ട് മടുത്തു. അത്രയ്ക്ക് സ്റ്റോളാണ് ഇതിനകത്ത്. അപ്പോൾ ഷോപ്പിങ്ങിന് വരുന്നവർക്ക് ഇത് നല്ല ഒരു സ്പോട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും പല റേഞ്ചിലുള്ള സാധനങ്ങളും നിങ്ങൾക്കിവിടെ കിട്ടും. പിന്നെ ഫുഡ് കോർട്ടിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നത് കൊണ്ട് എല്ലാവരും കയ്യിൽ ഒരു ബോട്ടിൽ വെള്ളം കരുതിയിരിക്കുന്നത് നല്ലതാണ്. കാര്യം ആ ചൂടത്ത് ഞങ്ങൾക്ക് വെള്ളവും കിട്ടിയില്ല. ഞങ്ങൾ വെള്ളത്തിനായിട്ട് ഒത്തിരി അലഞ്ഞു, കുട്ടികളൊക്കെ വെള്ളത്തിനായിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ഒരു ബോട്ടിൽ വെള്ളം കരുതിയിരുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതൊരു ടോയ്സ് ഷോപ്പാണ്. ഇതുപോലത്തെ ഒരുപാട് ടോയ്സിൻ്റെ ഷോപ്പുകൾ തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ എല്ലാത്തിൻ്റെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, ചില സ്ഥലത്തൊക്കെ വരുമ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ വീഡിയോസിൽ ഐറ്റംസ് ഒന്നും കാണാനൊന്നും പറ്റത്തില്ല. പിന്നെ കുറച്ച് തിരക്ക് കുറഞ്ഞുള്ള സ്ഥലങ്ങൾ വരുമ്പോഴാണ് ഞാൻ ഷോപ്പിൻ്റെ വീഡിയോസ് എടുക്കുന്നത്. ഇനി വരുന്നത് ഒരു സ്നാക്സിൻ്റെ ഷോപ്പാണ്. ഇവിടെയും ആരെയും കാണുന്നില്ല. അടുത്ത് വരുന്നത് അച്ചാറിൻ്റെ ഒരു ഷോപ്പാണ്. അപ്പോൾ ഇവിടെ പല വെറൈറ്റി വെജിറ്റബിൾ അച്ചാറും ഉണ്ട്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മേടിച്ച് കഴിക്കാം. അങ്ങനെ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നടന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിയത്. ഇതൊരു പാർക്കാണ്, ഇതിനകത്ത് കുറച്ച് റൈഡ്സ് ഉണ്ട്. ഇപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കും റൈഡ്സ് എല്ലാം നിർത്തിയിട്ടിരിക്കുകയാണ്. അങ്ങനെ അധികം ആൾക്കാരൊന്നും റൈഡ്സിലൊന്നും കയറുന്നില്ല. ഈ പാർക്കിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഫുഡ് കോർട്ട്സ് വരുന്നത്. അപ്പം ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് ഞാൻ ഫുഡ് കോർട്ട്സിൻ്റെ വീഡിയോ ഒന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. പിന്നെ ഇനിയാണ് ശരിക്കുമുള്ള എക്സിബിഷൻ. ഇതിനകത്ത് ISROൻ്റെ എക്സിബിഷൻ നടക്കുവാണ്. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് കയറിയിട്ടില്ല. ഞങ്ങളുടെ നാട്ടിലിപ്പോൾ തോന്നയ്ക്കൽ സയൻസ് പാർക്കിൽ എക്സിബിഷൻ എല്ലാം ഞങ്ങൾ കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് കയറാതിരുന്നത്. പക്ഷേ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളും സയൻസിനെ കുറിച്ചൊക്കെ അറിയാനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് പറ്റുന്ന എല്ലാവരും തീർച്ചയായും കാണണം. പിന്നെ ഞങ്ങൾക്ക് തീരെ ചെറിയ കുട്ടികളായതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെയും കാണണ്ടെന്ന് വിചാരിച്ചത്. പിന്നെ ഇത് വേറൊരു പവലിയനാണ്. ഇതിനകത്ത് ട്രഡീഷണൽ ആൻഡ് ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതും നമുക്ക് ഷോപ്പ് ചെയ്യാവുന്നതാണ്.
ഇത്രയും കാഴ്ചകൾ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മിനിയേച്ചറാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്തത്. അങ്ങനെ ഞങ്ങൾ എല്ലാ സ്റ്റോളും കണ്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ട് രാത്രിയത്തെ കുറച്ച് കാഴ്ചകളൂടി നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിന് നേരെ ഓപ്പോസിറ്റുള്ള പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് കൊടിയേറുന്നതിൻ്റെ അതേ ദിവസമാണ് ഈ പാറമേക്കാവ് ദേവി ക്ഷേത്രത്തിലും കൊടിയേറുന്നത്. അപ്പോൾ അവിടെയും ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് പൂരപ്പറമ്പ് വരുന്നത്. ആ കാണുന്നത് പൂരപ്പറമ്പാണ്. അപ്പോൾ ഇതാണ് പവനിയിലേക്കുള്ള എൻട്രൻസ്. അപ്പോൾ ഇത് രാത്രിയാണ് ഇത് നല്ല ഭംഗിയായിട്ടുള്ളത്, ലൈറ്റൊക്കെ ഇട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ രാത്രി കാഴ്ച ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഉത്സവപ്പറമ്പിലെ വിശേഷങ്ങൾ. ഇനി ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. ഞാൻ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ മുന്നേ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഉത്സവം കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത്. തൃശ്ശൂർ പൂരം കാണണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇവിടുത്തെ ചൂടും പിന്നെ കുട്ടികളെയും കൊണ്ട് പൂരം കാണാൻ പോകുമ്പോൾ റിസ്ക്കും കൂടെ കണക്കിലെടുത്താണ് ഞങ്ങളിപ്പോൾ തിരിച്ചു പോകുന്നത്. എന്തായാലും അടുത്ത വർഷമെങ്കിലും പൂരം കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻസായിട്ട് എന്നെ അറിയിക്കണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.